നമസ്കാരം, എൻ്റെ പേര് നെൽസൺ. ഞാൻ റെനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഏരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏരൂർ മുസ്ലിം ജമാഅത്തിന് കീഴിലുള്ള ഒരു എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ആണിത്. ഇവിടെ നമ്മളൊരു 15 കിലോ വാട്ടിന്റെ ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ പേര് അനസ് എം. ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ഏരൂർ മുസ്ലിം ജമാഅത്ത്. നമസ്കാരം, ഞാൻ ഏരൂർ മുസ്ലിം ജമാഅത്തിൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ്. പേര് തൻസീം. നമ്മുടെ ഏരൂർ മുസ്ലിം ജമാഅത്തിൻ്റെ കറണ്ട് കൺസംഷൻ, അതായത് KCB നിന്ന് വരുന്ന ബില്ല് 2 മാസം കൂടുമ്പോൾ 45,000-ന് മുകളിലേക്ക് എത്തിയപ്പോഴാണ് ജമാഅത്ത് കമ്മിറ്റി വളരെ ഗൗരവമായിട്ട് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ആലോചിക്കുകയും ഏരൂർ മുസ്ലിം ജമാഅത്തിൻ്റെ ചീഫ് ഇമാമും രക്ഷാധികാരിയുമായ ഏരൂർ ഉസ്താദുമായിട്ട് സംഭവം ഈ കാര്യത്തെപ്പറ്റി വിശകലനം ചെയ്യുകയും ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയും വളരെ ഗൗരവമായി മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ റെനർജി സോളാർ എന്ന കമ്പനിയുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ സൈറ്റ് എക്സിക്യൂട്ടീവായ നെൽസൺ നമ്മളെ വന്ന് കാണുകയും നമ്മളുമായിട്ടുള്ള വളരെ സൗഹൃദമായ ഇടപെടലും മറ്റു കാര്യങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നമ്മളെ കുറേ ഡിമാൻഡുകളും കാര്യങ്ങളും ജമാഅത്ത് ഒരു പൊതുസ്ഥാപനമാണല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും വളരെ പോസിറ്റീവായിട്ട് അതിനനുകൂലമായിട്ട് അവർ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമാക്കി തരുകയും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. പ്രിയപ്പെട്ട ജനസമൂഹമേ, സഹോദരങ്ങളെ, വളരെ ഹൃദയവും സന്തോഷവുമായ അനുഭവങ്ങൾ പങ്കിടുകയാണ് ഇവിടെ ഏരൂർ മുസ്ലിം ജമാഅത്ത് ഒന്നടങ്കം. നമ്മളെ ജമാഅത്ത് വലിയൊരു ജമാഅത്താണ്. ഓഡിറ്റോറിയം, ഇസ്ലാമിക് കോംപ്ലക്സ്, വലിയ ജുമുഅത്ത് പള്ളി, നിരവധി ബ്രാഞ്ചുകൾ തുടങ്ങി ഇലക്ട്രിസിറ്റിയുടെ വലിയ ഉപയോഗം എല്ലാ നിലയിലും ഞങ്ങൾ നടത്തി വരികയാണ്. ജമാഅത്തിൻ്റെ ഭാരിച്ച ഈ സാമ്പത്തിക കടന്നുകയറ്റത്തിൽ ആ ഒരു വലിയ ബാധ്യത ജമാഅത്തിന് ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ അപ്പോഴാണ് ഒരു ആശ്വാസത്തിൻ്റെ കൈത്തിരിയുമായി സോളാർ സംവിധാനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 45,000 രൂപ പ്രതിമാസം കറണ്ട് ബില്ല് കൊടുത്ത സ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ അടയ്ക്കേണ്ടി വന്നത് വെറും 6,000 രൂപയാണ്. വെറും 6,000 രൂപയാണ്. 39,000 രൂപയുടേതായ ലാഭം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. എല്ലാവർക്കും വളരെ ഗുണകരമായ ഒരു പ്രവർത്തനമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ സന്തോഷം ഞങ്ങൾ പങ്കിടുന്നത്, മറ്റുള്ളവരെയും അറിയിക്കുന്നത്. ഏരൂർ മുസ്ലിം ജമാഅത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടാണ് ഈ സോളാർ സംവിധാനം നമുക്കിവിടെ പ്രയോജനപ്പെട്ടുകൊണ്ടുള്ളത്. വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഇതിനെ ഏരൂർ മുസ്ലിം ജമാഅത്തും വളരെ ഈ ജമാഅത്തിൻ്റെ അംഗങ്ങളും നോക്കിക്കൊണ്ടുവരുന്നത്. ഉസ്താദ് പ്രതിപാദിച്ച പോലെ തന്നെ 45,000-ഓളം രൂപ പ്രതിമാസ ബില്ലടച്ചു വന്നിരുന്ന ഭാഗത്ത് കേവലം 6,000-ഓളം രൂപ മാത്രമായി നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് വന്നതുകൊണ്ട് ജമാഅത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാന സ്രോതസ്സാണ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജമാഅത്തിൻ്റെ ഫണ്ട് ഇല്ലാഞ്ഞ സാഹചര്യത്തിൽ പ്രസ്തുത വിഷയം ഉസ്താദ് ജമാഅത്ത് അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സുമനസ്സുകളുടെ ഉടമകൾ ഏറ്റെടുത്താണ് അവർ സാമ്പത്തിക സഹായം നൽകിയിട്ടാണ് ഈ പ്രോജക്റ്റ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഏരൂർ മുസ്ലിം ജമാഅത്ത് ജില്ലയിലെ പ്രമുഖ മുസ്ലിം ജമാഅത്താണ്. നമ്മുടെ ജുമാ മസ്ജിദും ഓഡിറ്റോറിയം ഉൾപ്പെടെ
ഇതര 7ഓളം സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു തുക KCBയുടെ ബില്ലിനകത്ത് നൽകേണ്ടി വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ അന്വേഷിക്കുകയും സോളാറിൻ്റെ സാധ്യതകളെ പറ്റി വിശദമായിട്ട് പഠിക്കുകയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ, അതായത് സൂര്യക്കർ പ്രോജക്റ്റിൻ്റെ നോഡൽ ഓഫീസർ ശ്രീ നൗഷാദ് സാറുമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സാങ്കേതികപരമായ നിയമോപദേശമാണ് ഞങ്ങളെ ഇതിലേക്ക് നയിച്ചത്. എനിവേ വി ആർ ഹാപ്പി നൗ. ഞങ്ങൾ സോളാർ സംവിധാനം ഉപയോഗിച്ചു. അറിയപ്പെടുന്ന ബ്രാൻഡായിട്ടുള്ള ഹാവൽസിൻ്റെ സോളാർ സംവിധാനമാണ് ഞങ്ങൾ ഇൻസ്റ്റോൾ ചെയ്തത്. 15 കിലോ വാട്ടിൻ്റെ ശേഷിയുള്ള പാനലും ഇൻവെർട്ടറുമാണ് ഞങ്ങൾ വെച്ചത്. റിനർജി സോളാർ എന്ന കമ്പനിയാണ് ഞങ്ങൾക്കത് ഇൻസ്റ്റോൾ ചെയ്ത് തന്നത്. അവരുടെ സർവീസ് എന്നത് വളരെ സന്തോഷകരമായി നടക്കുന്ന ഒരു സംവിധാനമാണ്. കൃത്യമായി അപ്ഡേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. ഞങ്ങൾക്ക് ഏതാണ്ട് 2 മാസത്തോളമായിട്ട് ഇപ്പോൾ 40,000 രൂപയോളം ലാഭിക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എടുത്ത ഈ ഒരു തീരുമാനം എല്ലാ അർത്ഥത്തിലും വളരെ ശരിയായിരുന്നു എന്ന് തോന്നുകയാണ്. ഇത് നമ്മുടെ 15 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഹാവൽസിന്റെ. അതുപോലെ തന്നെ ഈ അപ്പുറത്ത് കാണുന്നത് ഇത് DC-യുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ്. ഇത് AC-യുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ പവറാണ്. ഇപ്പോഴത്തെ ഓരോ വെയിലിനനുസരിച്ചാണ് 7.5 ആണ് ഇപ്പം നിലവിലുള്ള പ്രൊഡക്ഷൻ പവർ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇന്നത്തെ പ്രൊഡക്ഷൻ കാണാം. പക്ഷേ 26.58 യൂണിറ്റ് ആണ് ഇന്നത്തെ പ്രൊഡക്ഷൻ. അതുപോലെ ടോട്ടൽ പ്രൊഡക്ഷൻ ഏകദേശം 8,794 യൂണിറ്റ് ആണ്. നമ്മളിപ്പോൾ ഏകദേശം 5 മാസത്തോളമായിട്ട് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഉൽപ്പാദനമാണ് ഈ കാണുന്നത് 8,794 യൂണിറ്റ്. ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആണ് 15 കിലോ വാട്ടിന്റെ. നമുക്കിപ്പോൾ നോർമൽ കേസുകളിൽ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി അവൈലബിൾ ആണ്. പക്ഷേ കൊമേഴ്ഷ്യൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് സബ്സിഡി അവൈലബിൾ അല്ല. എന്നാലും നമുക്ക് 1 കിലോ വാട്ട് മുതൽ 500 കിലോ വാട്ട് വരെ നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഓരോ സ്ഥാപനങ്ങൾക്ക് നമുക്ക് വെക്കാൻ പറ്റും. 1 കിലോ വാട്ട് മുതൽ 500 കിലോ വാട്ട് വരെ നമുക്ക് സബ്സിഡി ഇല്ലെങ്കിൽ പോലും അതിനുള്ള ലോൺ ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്.